ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വരാൻ പോകുന്നത്. 56.35 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്. 24,062.20 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇന്നലെ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരുന്നു നമുക്ക് 11 മണിക്ക് ശേഷം 11:30 ശേഷം നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ആ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ബ്രേക്ക് ചെയ്യുന്നതാണ് നമുക്ക് സ്പോട്ട് ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഓപ്ഷൻ ചാർട്ടിൽ ആ ഒരു ഡേ ഹൈ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ 24,100 ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള ഡേ ഹൈ 24,092.05 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒരു പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷൻ കൺഫർമേഷനായിട്ട് വെയിറ്റ് ചെയ്യാം. എന്തായാലും നല്ലൊരു മൊമെൻറ്റം വരികയാണെങ്കിൽ 24,150 ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും റിജക്ഷനാണ്, ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വരുമോ നമുക്ക് നോക്കാം. 56.35 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് വന്നിട്ടുള്ളത്. ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് ഈ ഒരു മൊമെൻറ്റം ഫസ്റ്റ് 5 മിനിറ്റ്സിൽ തന്നെ വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നെക്സ്റ്റ് ഒരു 15 മിനിറ്റ്സിൽ കാണാൻ സാധിക്കും. അതൊരു ഗ്യാപ്പ് ഫില്ലിംഗ് ആയിരിക്കും. അതിനുശേഷം ഒരു ബൈയിങ് പ്രഷർ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു ഫസ്റ്റ് 5 മിനിറ്റ്സിൽ തന്നെ ബൈയിങ് പ്രഷർ വരികയാണെങ്കിൽ 150 ലെവലിലേക്ക് സ്പൈക്ക് ചെയ്യുന്നത് കാണാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡയറക്ഷൻ കൺഫേം ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. $24,000 കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് 190 ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 24,100 നോക്കാം. 24,100 അറൗണ്ട് 135 ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 24,050 160 ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാം. അല്ല, പ്രീമിയം ഡി കെ ആണ് പുട്ട് ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. 24,050 തന്നെ നമുക്ക് പുട്ട് ഓപ്ഷനിലും 24,100 നോക്കാം. 24,050 അറൗണ്ട് 100 ട്രേഡ് ചെയ്യുന്നത്. 100 ആണെങ്കിൽ അറൗണ്ട് 130. 24,150 പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ അറൗണ്ട് 150. ഈ സ്ട്രൈക്ക് പ്രൈസസ് ഒക്കെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരു ഡയറക്ഷൻ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, എന്തായാലും ഗ്യാപ്പ് ഫില്ലിംഗ് വരുമോ നോക്കാം, അല്ലെങ്കിൽ മൊമെൻറ്റം എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കിയതിന് ശേഷം എൻട്രി ഡിസിഷൻ എടുക്കാം. ആസ് ഓഫ് നൗ നമുക്ക് വെയിറ്റ് ചെയ്യാം. 24,100 കോൾ ഓപ്ഷൻ 170 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ആ ഒരു ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണ്. 150 ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എൻട്രി കോൾ ഓപ്ഷൻ ഡയറക്ഷനിലേക്ക് ഇപ്പോൾ 24,150.35 ആണ് ഇതുവരെയുള്ള ഡേ ഹൈ. അപ്പോൾ നമുക്ക് എന്തായാലും 24,100 കോൾ ഓപ്ഷൻ എൻട്രി ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു എൻട്രി നമുക്ക് 140 ലെവലിലാണ് ഉള്ളത്. അപ്പോൾ ഒരു 30 പോയിൻറ്റ്സ് പുൾ ബാക്ക് വന്നാലേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. നമുക്ക് എന്തായാലും ഓർഡർ പ്ലേസ് ചെയ്യാം. 2 lots limit order 140 24,100
യെസ്, ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പെൻഡിങ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ഓർഡേഴ്സിൽ. 140 170 ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഹയർ ലെവലിൽ എൻട്രി എടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓർഡർ മാറ്റേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ഒരു 140 ഓർഡർ ഇട്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 9:41 ആണ് സമയം. എത്ര സമയം എടുക്കുമെന്ന് നമുക്ക് നോക്കാം. ചിലപ്പോൾ കുറച്ച് സമയം അധികം എടുത്തേക്കാം. അപ്പോൾ ഇന്നലത്തെയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലത്തെ എൻട്രീസൊക്കെ, ഇന്നലത്തെ എൻട്രീസ് 2 എൻട്രിയും നല്ല കൃത്യമായിട്ടുള്ള ടാർഗറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു എൻട്രി നമ്മുടെ സ്റ്റോപ്പ് ലോസ് റിവൈസ് ചെയ്ത് എക്സിറ്റ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് റിവൈസ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയപ്പോൾ നമുക്കത് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു 3 points ലോസിൽ. സെക്കൻഡ് ട്രേഡ് ആണെങ്കിൽ ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ രണ്ടാമത്തെ ട്രേഡ് ആക്റ്റീവായിട്ടുള്ളത് അറൗണ്ട് 240 ആണ്, 2:40 അത് ആക്റ്റീവായത്. അപ്പോൾ അത്രയും സമയമായപ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്തു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രേഡിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ്സ് ബുക്കിംഗ് ആ ഒരു സൈഡ് നമ്മൾ കുറച്ച് മിസ്റ്റേക്സ് കുറച്ച് ദിവസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എൻട്രി എടുത്തതിന് ശേഷം നമ്മൾ റിവൈസ് ഒന്നും ചെയ്യാതെ നമുക്ക് 20 points സ്റ്റോപ്പ് ലോസിൽ തന്നെ അത് ടാർഗറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ ഒരു 178 ഒക്കെയാണ് ഹൈ വന്നിട്ടുള്ളത്. ഈ ഒരു 24,100 കോൾ ഓപ്ഷൻ ഡേ ഹൈ വന്നിട്ടുള്ളത്, ഇതുവരെ വന്നിട്ടുള്ള ഡേ ഹൈ. അപ്പോൾ എന്തായാലും 140 എൻട്രി. അപ്പോൾ ആ ഒരു എൻട്രിക്കായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ആക്റ്റീവ് ആവും നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഹയർ എൻട്രീസ് വരികയാണെങ്കിൽ മാത്രം നമുക്കത് എടുക്കാം, അല്ലെങ്കിൽ അത് മോഡിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ ഒരു മൊമെൻറ്റം എത്രത്തോളം പോകും നോക്കാം. അതുപോലെ തന്നെ ഒരു റിവേഴ്സൽ ചാൻസസ് ഉണ്ട്. 24,200 ലെവലിലേക്കെല്ലാം വന്നു കഴിഞ്ഞാൽ എനിവേ ഇന്നൊരു ക്ലോസിങ്ങിന് മുമ്പായിട്ട് ഫോളോ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് എത്രത്തോളം കൺഫേം ആവുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമെന്നും പറയാൻ പറ്റില്ല. ഇന്ന് നമുക്കെന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. 170-75 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് 150 ലെവലിന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ല ഇതുവരെ. ഇപ്പോൾ 178 24,100 കോൾ ഓപ്ഷൻ്റെ പ്രീമിയം ഇപ്പോൾ അത് 145 വന്നിട്ടുണ്ട്. നമ്മുടെ എൻട്രി 140 ആക്റ്റീവ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഒരു ഡൗൺഫോൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. എങ്കിലും നമുക്ക് ഈ പ്രോഫിറ്റ് കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് ബുക്ക് ചെയ്യാൻ പറ്റും എന്ന് ആണ് തോന്നുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. 143.5 142 എക്സിക്യൂട്ട് ആയിട്ടില്ല. വെയിറ്റ് ചെയ്യാം. അപ്പോൾ 178 ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതൊരു 35 പോയിൻറ്റ്സ് ആണ് താഴേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന ഒരു എൻട്രിയിൽ നമുക്ക് ഇത്രയും ലോസാണ് വരാൻ സാധ്യതയുണ്ടായിരുന്നത്. അപ്പോൾ അത് സ്ട്രെയിറ്റ് താഴേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ബാരിഷ് മൂവ്മെൻ്റ് ആണ്. ഓരോ മിനിറ്റും ബാരിഷ് ക്യാൻഡിൽസ് ഫോം ചെയ്ത് താഴേക്ക് വരുന്നു. അത് ഓൾമോസ്റ്റ് അത് 141.05 ആണ് ഇതുവരെ വന്നിട്ടുള്ള ഈ ക്യാൻഡിൽ ലോ, ഈ ഒരു ഫോളിൽ വന്നിട്ടുള്ള ലോ എന്ന് പറയുന്നത്. ഇതുവരെ ആക്റ്റീവ് ആയിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. 140 തന്നെയാണ് എൻട്രി. ഒരു ബൈയിങ് പ്രഷർ കാണിക്കുന്നുണ്ട്. 24,100 കോൾ ഓപ്ഷൻ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് ആക്റ്റീവ് ആവാനായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതുവരെ ആയിട്ടില്ല, ആക്റ്റീവ് ആയിട്ടില്ല, പെൻഡിങ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പൊസിഷൻ ആക്റ്റീവ് ആയിട്ടുണ്ട്. 140 2 ലോട്ട്സ്. അപ്പോൾ ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് സപ്പോർട്ട് ലെവലിലേക്കും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു റിവേഴ്സൽ ആയിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും 20 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. 120 സ്റ്റോപ്പ് ലോസ്
വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് വെച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓൾറെഡി ഒരു 10 പോയിൻറ്റിൻ്റെ അടുത്ത് താഴേക്ക് വന്നു കഴിഞ്ഞു. എന്തായാലും ഇവിടെ നിന്നൊരു പുൾ ബാക്ക് വരുമെന്നാണ്, ബൈയിങ് പ്രഷർ വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 150 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിൻ്റെ ടാർഗറ്റായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടാർഗറ്റ് 170 ആണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 20 പോയിൻറ്റ്സിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം ഈ ഒരു ട്രേഡ്. നമ്മുടെ എൻട്രി 20 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. 2600 2.6K ലോസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു നല്ലൊരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ബാക്ക് ടു കോസ്റ്റ് ഓൾമോസ്റ്റ് 138 ലെവലിലേക്ക് റിക്കവർ ആയതാണ്. 123 അല്ലെങ്കിൽ ഡേ ലോ ലെവലിൽ നിന്ന് കോൾ ഓപ്ഷൻ 24,100. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന്, ഡേ ലോ ലെവലിൽ നിന്ന് ഒരു ബൈയിങ് പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ അത് 38 ലെവൽ 40 ലെവലിലേക്ക് വന്നില്ല. അതിന് മുൻപ് തന്നെ അത് ലോവർ ഹൈ ഫോം ചെയ്ത് താഴേക്ക് പോയി. അപ്പോൾ എന്തായാലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു, അത് എക്സിറ്റ് ചെയ്തു. 2.6K ലോസാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഒരു എൻട്രി കൂടി എടുക്കാൻ പറ്റുമോ നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു ട്രേഡോടുകൂടി ക്ലോസ് ചെയ്യാം. എന്തായാലും ഒരു റിവേഴ്സൽ ഉണ്ടായിരുന്നു. ഡേ ഹൈ ലെവലിൽ നിന്ന് അത് 150 ലെവലിൽ നിന്ന് അത് ഫോളോ ആവുകയാണ് ചെയ്തത്. അതൊരു പുൾ ബാക്ക് ഒന്നും വന്നിട്ടില്ല, ഷാർപ്പായിട്ടുള്ളൊരു ഫോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെന്തായാലും ലോസ് ആണ് വന്നിട്ടുള്ളത്. 20 പോയിൻറ്റ്സ് ആണ് ലോസ് ആയത്. കുഴപ്പമില്ല, എന്തായാലും 2.6K ലോസ്. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. റിക്കവർ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം.